ഞാൻ വെറുതെ ഈ കിസം അന്ന് എനിക്ക് തന്ന പോലെയാണോ? അതൊരു ആക്സിഡന്റ്, ഇത് കമ്മിറ്റ്മെന്റ്. അന്ന് അവനോടുള്ള ദേഷ്യത്തിലാണ് ഞാൻ ചെയ്ത്. ഇന്ന് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ തന്നെ. ഒരുപാട് പേർക്ക് ആദ്യം കാണുമ്പോഴേ ഇഷ്ടം തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടം തോന്നിയത് ആദ്യത്തെ കിസില. ഐ ലവ് യു ശശി. ശിവ, നിനക്ക് മൈൻഡ് റീഡിങ്ങിനെ പറ്റി എന്തെങ്കിലും അറിയോ? ഞാൻ നിന്നോട് പറയാൻ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നീ ഇപ്പൊ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഐ ലവ് യു ടു ശിവ. നിന്നെ പോലെ ഒരു ജെന്യൂൻ പേഴ്സൺ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. എന്നെക്കൊണ്ട് ഈ ഗേറ്റ് വരെ പോലും നിന്നെ പിരിഞ്ഞു പോകാൻ പറ്റുന്നില്ല. നീ എൻ്റെ കൂടെ ഉള്ള സമയത്ത് ഞാൻ എന്ത് ഹാപ്പി ആയിരുന്നെന്നറിയോ? എനിക്കും അങ്ങനെ തന്നെ. These 3 days are the best days in my entire life. എപ്പോഴും ആഘോഷങ്ങൾ മാത്രമേ എനിക്ക് ഓർമ്മ ഉണ്ടാവാറുള്ളൂ. എന്നാ ഈ 3 ദിവസം അതിനേക്കാളൊക്കെ എനിക്ക് സന്തോഷം കിട്ടി. നിന്നോട് പോവണ്ടെന്ന് പറയാനാ തോന്നുന്നത്. എനിക്ക് നിന്നും പിരിഞ്ഞിരിക്കാൻ തോന്നുന്നില്ല. പക്ഷേ നമ്മൾ നാളെ ഓഫീസിൽ കാണേണ്ടവരല്ലേ? നമ്മൾ ഓഫീസിൽ വെച്ച് കണ്ടതുപോലെ അല്ല ശിവ. എനിക്കൊരു സെക്കൻഡ് പോലും നീ ഇല്ലാതിരിക്കാൻ പറ്റില്ല. അതിനിപ്പോ എന്താ ചെയ്യാ? നീ എന്റെ ഫ്ലാറ്റിലേക്ക് വാ, രണ്ടുപേർക്കും ഇവിടെ താമസിക്കാം. എന്താ നമ്മൾ രണ്ടുപേരോ? ആരെങ്കിലും അറിഞ്ഞ? ഞാന് നമ്മളെ കുറിച്ച് മാത്രമേ ചിന്തിച്ചു നോക്കിയുള്ളൂ. പക്ഷെ നീ മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കുന്നേ, അതെന്തിനാ? അല്ല, അത് പ്ലീസ് എന്റെ ഫ്ലാറ്റിലേക്ക് നീ വാ ശിവ. ഞാൻ റെന്റ് ഷെയർ ചെയ്യാനല്ല ഞാൻ വിളിക്കുന്നത്, ലൈഫ് ഷെയർ ചെയ്യാൻ വേണ്ടിയാ ശിവ. ഇത് റൂമാണോ സത്രമാണോ? വാതിൽ തുറന്നിട്ടാണോ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്? ആരെങ്കിലും എന്തെങ്കിലും എടുത്തോണ്ട് പോയാ? കഴിഞ്ഞ ആഴ്ച എന്റെ 2 പാന്റ് 700 രൂപയും കാണാതെ പോയത്. ഞാൻ ആരോട് പോയി ചോദിക്കാനാ? ഞാൻ പോവാ ഇവിടുന്ന്. ഇനിയിപ്പോ പ്രത്യേകിച്ച് എന്ത് പറ്റാനാ? പോടാ. കിച്ചണെങ്കിലും ഒന്ന് വൃത്തിയായിട്ട് നോക്കാനുള്ള കോമൺ സെൻസ് ഇല്ലടാ നിനക്കൊക്കെ. എന്താ വൃത്തിയല്ലെന്നോ? റൂം മൊത്തം ഡേട്ടി ഡേട്ടി ഡേട്ടി. ഇവിടെ തന്നെ തിന്ന്, ഇവിടെ തന്നെ കിടക്ക്, ഇവിടെ തന്നെ കുടിക്കും. ആകെ വൃത്തികേടാക്കി വെച്ചിരിക്കുന്നു. ഐ കാട്ട്. വൃത്തികേട് എവിടെയുള്ളേ? എന്തൊരു നാറ്റം. എന്റെ അമ്മോ, ആകെ ആഴ്ചയിൽ ഒരിക്കലാ നീയൊക്കെ കുളിക്കുന്നത്. എന്നാ ടാപ്പെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് അടച്ചു വെച്ചൂടെ? ഇത് ടൈറ്റ് ആണല്ലോ. ഇതുപോലെയുള്ള വൃത്തികെട്ട റൂമിൽ എനിക്കൊരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല. ഞാൻ പോവാണ്. നീ എന്തോന്നാണ് വൃത്തിയില്ലല്ലേ? ടാപ്പ് ടൈറ്റ് അല്ലല്ലേ? ബാത്റൂം നീറ്റല്ലേ? നിന്റെ മനസ്സിലൊന്നും തെളിച്ചു പറ. അത് ഞാനിവിടുന്ന് ഒന്ന് മാറിയാലോന്ന് ഓർത്ത്. അത് ശരി. അയ്യോ അടിക്കല്ലേ. ശശി, ഇയാള് കുളിക്കല്ലേ? അതെ ശിവ, 5 minutes നീ അവിടെ ഇരിക്ക്. കൊഴപ്പില്ല. ഇയാള് ഏത് സോപ്പുണ്ടാ കുടിക്കുന്നേ? ലക്സ. ലക്സ, അതാണല്ലേ ഈ ചർമ്മത്തിന്റെ രഹസ്യം.
ഇല്ല ഞാനൊന്നും കണ്ടില്ല. നീ ഒന്ന് മാറിന്നേ. ഇതേ ഡോർ അടച്ചിട്ടില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. അപ്പൊ അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ആ? അച്ഛനോ? ഞാൻ എടുക്കട്ടെ. വേണ്ട. ഉം. ആ അച്ഛ പറ അച്ഛാ. എടാ നീ ഇത് എവിടെയാ? എന്താ ഫോൺ എടുക്കാത്തെ? അത് ഞാൻ മീറ്റിംഗിൽ കുറച്ച് ബിസി ആയിരുന്നു അച്ഛാ. എന്താടാ രാത്രിയിൽ മീറ്റിംഗ്? എന്താടാ രാത്രിയിൽ മീറ്റിംഗ് മധ്യ ഉണ്ടായിരുന്നു? എന്റെ അച്ഛ അത് സോഫ്റ്റ്വെയർ ഓഫീസല്ലേ. ഞാനും അത് തന്നെയാ പറഞ്ഞത്. ലക്ഷക്കണക്കിന് കൈക്കൂലി കൊടുത്തതല്ലേ? കോടിക്കണക്കിന് ശമ്പളം ചോദിക്ക്. എന്താ ആ നിനക്ക് 1 കോടി രൂപ ശമ്പളം വേണോ? അതെന്റെ അച്ഛൻ. നിനക്ക് 1 കോടി രൂപ ശമ്പളം വേണം അല്ലേ? നീ പറ, എത്രയാ നിനക്ക് വേണ്ടത്? ഇതാരായി വന്നേക്കുന്നത്? ആദ്യം കറണ്ട് പോയി, ഇപ്പൊ കണ്ടില്ലേ ആരും ബെല്ലടിക്കുന്നു. എനിക്കാകെ പേടിയാവുക. ശിവ, ഇത് നമ്മുടെ ഫ്ലാറ്റാ, ഒന്ന് പേടിക്കാതിരി. How are you, my dear? After long time. നീ എന്തടി ഒരു കോള് പോലും ചെയ്യാതെ പെട്ടെന്ന് ഇങ്ങോട്ട്? വാടി, വേഗം വാ, പോകാം. ശശി, ആരടി അവൻ? ആള് കാണാൻ ചുള്ളനാണല്ലോടി. ശിവ, മൈ ബോയ് ഫ്രണ്ട്. ശിവ, ഇത് ഷീന, എന്റെ ബെസ്റ്റി. ഹായ്. എടി, അടിപൊളിയാണല്ലോ. ഞാനൊന്ന് കൂടിക്കോട്ടെ? കൊല്ലം പറഞ്ഞേക്കാം, അവൻ നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. നല്ല കുട്ടിയാ, കണ്ടറിഞ്ഞൂടെ? വേറെന്തെങ്കിലും തരത്തിൽ സ്പെഷ്യൽ ഉണ്ടോന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഡേ, അവനെ ചുമ്മാ പേടിപ്പിക്കല്ലേ. അവൻ ഇന്ന് വന്ന് കയറിയതേ ഉള്ളൂ, അതിനിടയ്ക്ക് നീയും വന്നു. അതുകൊണ്ടാണല്ലേ എക്സൈറ്റ്മെന്റ് കുറഞ്ഞത്. നല്ല ആളാണ് കേട്ടോ. ശിവ, ഇതിനുമുമ്പ് നീ വേറെ ആരെങ്കിലായിട്ട് ഡേറ്റിങ്ങിന് പോയിട്ടുണ്ടോ? അയ്യോ, ഞാനൊന്നുമില്ല. ഡി ഷീന, എന്താടി ഇത്? ഞാനൊന്ന് കമ്പനി അടിക്കട്ടെ. എന്തുകൊണ്ടാ പോവാഞ്ഞത്? ഒരു പെണ്ണ് നിന്നെ അപ്രോച്ച് ചെയ്തില്ലേ ശിവ? അതോ അപ്രോച്ച് ചെയ്ത പെണ്ണിനെ നിനക്ക് ഇഷ്ടായില്ലേ? ഞാൻ അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ എനിക്കിഷ്ടപ്പെട്ട പെണ്ണ് എന്നെ വന്ന് അപ്രോച്ച് ചെയ്തു. അതിനു മുന്നേ സ്വർഗത്തിലെ കട്ടറുമ്പായി നീ വലിഞ്ഞു കയറി ഇങ്ങോട്ട് വന്നില്ലേ? എന്താ ശശി, ഇവിടെ ഭയങ്കര നിശബ്ദതയാണല്ലോ. ആ സ്പീഡ് ബ്രേക്കറിന് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഹായ് ഗൈസ്. ഞാൻ ജയിലിൽ പോയാലും കുഴപ്പമില്ല, ഇവിടെ കൊല്ലാതെ വെറുതെ വിടാൻ പറ്റില്ല. ഹായ് ശിവ. ഹായ് ശശി. ഹായ്. ഇന്ന് രാത്രി പാർട്ടി ഉണ്ട് കേട്ടോ. ഇന്ന് രാത്രിയോടെ സ്ഥലം വിട്ടില്ലെങ്കിൽ ഞാൻ തരും നിനക്ക് പാർട്ടി. ഞാൻ തരാൻ പോകുന്നത് സെൻഡ് ഓഫ് പാർട്ടിയാണ്. ഞാൻ മനസ്സിൽ പറഞ്ഞത് നീ എങ്ങനെ കേട്ടു? മനസ്സിൽ വിചാരിച്ചെന്ന് പറഞ്ഞിട്ട് പുറത്തു പറഞ്ഞല്ലോ. പാർട്ടി കഴിഞ്ഞതും എന്നെ എയർപോർട്ടിൽ ഇറക്കി വിട്ട ഞാൻ പോയിക്കോളാം. ഏയ്, എന്താ ആണുങ്ങൾക്ക് ഇക്കിളി ഉണ്ടാവോ? ഇങ്ങ് വന്നേടി. ഒരുപാട് നാണിക്കുന്നവര് നന്നായി എൻജോയ് ചെയ്യുമെന്ന. എൻജോയ്. പതിയെ. ഇപ്പൊ എന്തിനാ ഇത്ര ധൃതി? എന്തെന്ന് വെച്ചാ നിനക്ക് പോവാൻ സമയമായില്ലേ? കാറ് സ്റ്റാർട്ട് ആവുന്നില്ല. വാട്ട്? ഇപ്പൊ
പോകും. ക്യാബ് വന്നു. ആ ആരാ ബുക്ക് ചെയ്തേ? ഞാനാ ചെയ്ത്. ഷീന ഹാപ്പി ജേർണി. ഓക്കെ. മിസ് യു ഷീന. മിസ് യു ലോട്ട്. ഐ കാന്റ് ലിവ് വിതൗട്ട് യു. ഇതല്പം കൂടുതലല്ലേ? മനസ്സിലായില്ലേ? അടുത്ത തവണ വരുമ്പം ഇനി കോൾ ചെയ്തിട്ട് വരണം. ബൈ. ഷീന ഷീന ഷീന. മതി മതി കേറ്. എന്താ ഒന്നും ഉണ്ടാക്കില്ലേ? ഞാനെന്താ ഇവിടെ വേലക്കാരനാണോ? ചുമ്മാ ഇരിക്കുമല്ലോ ഇവിടെ. ഞാൻ അത്രയും ഭാരമായില്ലേ നിനക്ക്? ശിവ